So the question is, a beam of length 6 meter is simply supported at its ends and carries 2 point loads 48 kilonewton and 40 kilonewton at a distance of 1 meter and 3 meter from the left support. Find the deflection deflection under each load and maximum deflection. Given that E is equal to 2 into 10 raised to 5 Newton per mm square and I is equal to 85 into 10 raised to 6 mm raised to 4. സോ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പ്രത്യേകിച്ച് എക്സാക്ട്ലി ഇത് ചെയ്യേണ്ടത് മക്കുലേസ് മെത്തേഡ് വെച്ചാണ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ വാട്ട് ഹിയർ വി ഹാവ് ടു ഡിറ്റർമൈൻ ഈസ് ദ ഡിഫ്ലക്ഷൻ ഓഫ് ദാറ്റ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. സോ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫ്ലക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വി ഹാവ് ടു യൂസ് ദ മക്കുലേസ് മെത്തേഡ്. പ്രത്യേകിച്ച് മക്കുലേസ് മെത്തേഡ് എന്ന് പറയേണ്ട, നമുക്ക് മക്കുലേസ് മെത്തേഡ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. സോ വി ക്യാൻ യൂസ് മക്കുലേസ് മെത്തേഡ് ഫോർ ഫൈൻഡിങ് ദ ഡിഫ്ലക്ഷൻ ഓഫ് ദാറ്റ് ബീം. അത് എവിടെയൊക്കെയെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്, ഹാവിംഗ് എ ലെങ്ത് ഓഫ് 6 മീറ്റർ. സോ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം AB supported at A and B having two loads 48 kilonewton and 40 kilonewton. അതായത് 48 kilonewton എന്ന് പറയുന്നത് എവിടെയാണ്? 48 kilonewton എന്ന് പറയുന്നത് 1 മീറ്റർ മാറിയും 40 kilonewton എന്ന് പറയുന്നത് എത്ര മാറിയാണ്? 3 മീറ്റർ മാറിയാണ് എന്ന് ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ 48 kilonewton is 1 meter apart and 40 kilonewton is 3 meter apart from left support. സോ അല്ലെങ്കിൽ ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്നും 6 മീറ്റർ മാറിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോറി 3 മീറ്റർ മാറിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിഫ്ലക്ഷൻ ആണ്. സോ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും? നമുക്ക് അവിടുത്തെ റിയാക്ഷൻ ഫോഴ്സ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ റിയാക്ഷൻ ഫോഴ്സസ് RA ആൻഡ് RB. നമുക്കറിയാം ടോട്ടൽ ഫോഴ്സസ് RA ആൻഡ് RB എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 48 പ്ലസ് 40 ആണ് ഈക്വൽ ടു 88 kilonewton. ദെൻ നമുക്കറിയാം ടേക്കിംഗ് മൊമെന്റ് about A. മൊമെന്റ് about A എടുക്കുമ്പോൾ നമുക്കറിയാം 6 into RB വരും. അപ്പം സോ 6 RB minus 40 into 3 minus 48 into 1 equal to 0. Therefore 6 RB equal to 120 plus 48. So RB equal to 120 plus 48 is 168 divided by 6 എന്ന് വരും. സോ എത്ര വരും? 128 divided by 6. That means RB equal to 28 kilonewton and RA plus RB എന്ന് പറയുന്നത് 88 ആണ്. സോ RBA is equal to 88 minus RB equal to 88 minus 28 equal to 60. സോ 60ഉം 28ഉം. സോ RA is 60 kilonewton and RB is 28 kilonewton. സോ നമുക്ക് രണ്ട് ഫോഴ്സുകൾ കിട്ടി, അതായത് റിയാക്ഷൻ ഫോഴ്സുകൾ കിട്ടി RA RB. സോ നൗ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ ഡിഫ്ലക്ഷൻ ബൈ യൂസിങ് ദി മക്കുലേസ് മെത്തേഡ്. സോ മക്കുലേസ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ. അതായത് നമ്മൾ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുന്നു. XX എന്ന് പറയുന്ന ഒരു സെക്ഷൻ അവിടെ കൺസിഡർ ചെയ്യുവാണ്. സോ കൺസിഡർ എ സെക്ഷൻ XX. ഈ ഒരു സെക്ഷൻ XX എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുന്നു. എത്ര ഡിസ്റ്റൻസ് മാറി? എല്ലാ എയിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത് ഓർത്തണം. സോ എയിൽ നിന്നും X ഡിസ്റ്റൻസ് മാറി ഒരു സെക്ഷൻ ഞാൻ കൺസിഡർ ചെയ്യുന്നു ഓൺ ദ ലാസ്റ്റ് പോർഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ബീം. ഈ ബീമിന്റെ ലാസ്റ്റ് പോർഷനിൽ XX എന്ന് പറയുന്ന ഒരു പോർഷൻ കൺസിഡർ ചെയ്യുന്നു സെക്ഷൻ. ഇനി ഈ സെക്ഷൻ എബൌട്ട് ആയിട്ടാണ് മൊമെന്റ് എടുക്കുന്നത്. ടേക്കിംഗ് മൊമെന്റ് എബൌട്ട്. അപ്പൊ ഞാൻ ഈ കൺസിഡർ ചെയ്ത XX എന്ന് പറയുന്ന സെക്ഷൻ എബൌട്ട് ആയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ മൊമെന്റ് എടുക്കാനായിട്ട് പോവുകയാണ്. സോ ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് XX. നമുക്കറിയാം എവിടുത്തെ ഏത് ബീമിലെ ഏത് പോയിന്റിലെ മൊമെന്റ് ആണെങ്കിലും ഇറ്റ് വിൽ ബി ഈക്വൽ ടു EI into d²y by dx². ഇതിലെ y ആണ് ഡിഫ്ലക്ഷൻ. സോ d²y by dx² ഈസ് ഈക്വൽ ടു ആദ്യത്തെ ലോഡ് മൂലം എയിലെ തൊട്ട് ഇങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട് എടുക്കുക. കാരണം നമ്മൾ ഈ സെക്ഷന്റെ ആണ് എടുക്കുന്നത്, അതായത് XX എന്ന് പറയുന്ന സെക്ഷന്റെ മൊമെന്റ് ആണ് എടുക്കുന്നത്. സോ XX-ന് ലെഫ്റ്റ് സൈഡിലുള്ള ലോഡുകൾ എല്ലാം മൂലമുള്ളത് എടുക്കുക. XXന്റെ ലെഫ്റ്റ് സൈഡിൽ എത്ര ലോഡ് ഉണ്ട്?
60 കിലോ ന്യൂട്ടന്റെ ഒരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ട്, 48 കിലോ ന്യൂട്ടന്റെ ഒരു ഡൗൺവേർഡ് ഫോഴ്സ് ഉണ്ട്, 40 കിലോ ന്യൂട്ടന്റെ ഒരു ഡൗൺവേർഡ് ഫോഴ്സ് ഉണ്ട്. സോ ഈ 3 ലോഡുകൾ മൂലമുള്ള മൊമെന്റുകൾ വേണം നമുക്ക് എടുക്കാൻ. അതിന്റെ എല്ലാം കൂടെ സം ആയിരിക്കും, ആൽജിബ്രിക് സം ആയിരിക്കും ടോട്ടൽ മൊമെന്റ് എന്ന് പറയുന്നത്. സോ ആദ്യം 60 കിലോ ന്യൂട്ടൺ മൂലമുള്ളത് എടുക്കുന്നു. സോ 60 എന്ന് പറഞ്ഞാൽ 6. എത്ര ഡിസ്റ്റൻസ് മാറിയാ ഈ എക്സ് എക്സിന്ന്? എപ്പോഴും ഓർക്കാം, ഞാൻ എക്സ് എക്സിന്ന് എബൌട്ടായിട്ടാണ് എടുക്കുന്നത് മൊമെന്റ്. സോ എപ്പോഴും എല്ലാ ഫോഴ്സിൽ നിന്നുള്ള ഏതിലോട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കേണ്ടത്? എക്സ് എക്സിലോട്ടുള്ള ഡിസ്റ്റൻസ് വേണം എടുക്കാൻ. അതായത് കാരണം എക്സ് എക്സിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ആണ് എടുക്കുന്നത്, എബൌട്ട് എക്സ് എക്സ്. കണ്ടോ? സോ ടേക്ക് ദ ഡിസ്റ്റൻസ് ഫ്രം ദാറ്റ് പർട്ടിക്കുലർ ഫോഴ്സ് ടു ദി സെക്ഷൻ എക്സ് എക്സ്. ഏത് ഫോഴ്സ് അനുസരിച്ചാലും എക്സ് എക്സ് വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. സോ ആദ്യത്തെ ഫോഴ്സ് 60 ആണ്, അത് ആക്ടിംഗ് ഓൺ ദ അപ്വേർഡ് ഡയറക്ഷൻ. നമുക്ക് ഇത് കണ്ടറിയാം. ഈ എക്സ് എക്സിന് എബൌട്ട് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഇറ്റ് വിൽ ബി പോസിറ്റീവ്. സോ 60 ഇൻറ്റു എത്ര ഡിസ്റ്റൻസ് മാറിയായിരിക്കും? ഈ എക്സ് എക്സിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയാണ് 6 കിടക്കുന്നത്. സോ 60 ഇൻറ്റു എക്സ്, ഒരു ഡോട്ടർ ലൈൻ കൊടുക്കുക. ദെൻ 48ന്റെ ലോഡ് എത്ര ഡിസ്റ്റൻസ് മാറിയാണ്? ഇവിടെ നിന്നും ഈ എക്സ് എക്സ് വരെയുള്ള ഡിസ്റ്റൻസ് നോക്കിയേ. ഇങ്ങനെ അറ്റത്തുനിന്ന് ഇവിടെ വരെ എക്സ് ആണ്. സോ ഇവിടുന്ന് ഇവിടെ വരെ എത്ര ആയിരിക്കും? ഈ ടോട്ടൽ എക്സ് എന്നുള്ള ഡിസ്റ്റൻസിൽ നിന്ന് ഇത്രയും ഒരു ദൂരം കുറച്ചാൽ പോരെ. സോ എക്സ് മൈനസ് 1 ആയിരിക്കും ഈ 48 തൊട്ട് എക്സ് എക്സ് വരെയുള്ള ഡിസ്റ്റൻസ്. സോ മൈനസ് ആയിരിക്കും, കാരണം ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. നോക്കി അറിയാം, ഇവിടെ മൊമെന്റ് ഇതിന് ഇവിടെ ഒരു കൈ വെക്കുക, ഈ ലോഡ് കറങ്ങുന്നത് നോക്കുക, ഇങ്ങനെ കറങ്ങുന്നത്. അപ്പൊ ഇത് ആന്റി ക്ലോക്ക് വൈസ്. സോ 48 ഇൻറ്റു എക്സ് മൈനസ് 1. Again I am providing a dotted line. Again 40 minus 40 into x minus 3. So then next step എന്താണ്? നമ്മുടെ കഴിഞ്ഞ ലോഡ് 3 ഉള്ളൂ, 60, 48, 40. സോ 3ന്റെ ഞാൻ ലോഡ് കൊടുത്തു, കറക്റ്റ് ഡോട്ടഡ് ലൈൻ കൊടുത്തു. സോ then next is integrating the above equation. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് വരും d square y by dx square ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ dy by dx ആയിട്ട് മാറും. സോ ഇറ്റ് വിൽ ബി ei into dy by dx. dy by dx equal to 60x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 60 into x square by 2. ഒരു കോൺസ്റ്റന്റ് കൊടുക്കണം. ഈ ഇക്വേഷനകത്ത് എവിടെ വേണമെങ്കിലും ഒരു കോൺസ്റ്റന്റ് കൊടുത്താൽ, ഇത് മൊത്തം ഓർക്കുക, ഇതെല്ലാം ഒറ്റ ഇക്വേഷൻ ആണ്. 60x minus 48x x minus 1 minus 40 into x minus 3. ഇത് ഒറ്റ ഇക്വേഷൻ ആണ്. ഞാൻ ഇടയ്ക്ക് ഡോട്ടർ ലൈൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് എഴുതാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡോട്ടർ ലൈൻ കൊടുത്തിരിക്കുന്നത്. 3 ഇക്വേഷൻ അല്ല, എപ്പോഴും ഓർത്തോളാം, ഇത് 3 ഇക്വേഷൻ അല്ല, ഇത് 3 ഒറ്റ ഇക്വേഷൻ ആണ്. ചില കേസിൽ നമുക്ക് ഇക്വേഷന്റെ കുറച്ച് പോർഷൻ മാത്രം യൂസ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഡോട്ടർ ലൈൻ, അത് എവിടെ വരെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡോട്ടർ ലൈൻ കൊടുത്തിരിക്കുന്നത്. ഡോട്ടർ ലൈൻ കൊടുത്ത എന്റെ ഇഷ്ടപ്രകാരമല്ല, മക്കുലേഴ്സ് മെത്തേഡ് ഡോട്ടർ ലൈൻ കൊടുത്താണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇതെല്ലാം ഒറ്റ ഇക്വേഷൻ ആണ്. സോ നമ്മൾ സാധാരണ മാത്സിൽ പഠിക്കുമ്പോൾ ലാസ്റ്റ് വരുമ്പോഴാണ് ഒരു C1 കൊടുക്കുന്നത്. ഞാനത് ഇടയ്ക്ക് കൊടുത്തു, കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നുമില്ലല്ലോ. പ്ലസ് C1 ഡോട്ടർ ലൈൻ കൊടുക്കുന്നു. മൈനസ് 48 ഇൻറ്റു എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ബൈ 2 അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു, ഡോട്ട് ലൈൻ കൊടുക്കുന്നു. മൈനസ് 40 ഇൻറ്റു എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ബൈ 2 അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പൊ മൈനസ് 48 എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ബൈ 2 മൈനസ് 40 എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ബൈ 2 അതും കൊടുത്തു. എഗെയിൻ ഞാൻ എന്ത് ചെയ്യാണ്? വീണ്ടും എഗെയിൻ ഇന്റഗ്രേറ്റ് ചെയ്യുക. Again I am integrating the same equation. അതായത് മേളിൽ ഞാൻ എഴുതി നിർത്തിയ സെയിം ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുകയാണ്. ഇതിന് ക്യാൻസൽ ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഈ 2 ഈ 60 ക്യാൻസൽ ചെയ്ത് ഇവിടെ എനിക്ക് എത്ര എഴുതാം? 30 എഴുതാം. ഈ 2 ഈ 48 ക്യാൻസൽ ചെയ്ത് എനിക്ക് ഇവിടെ എത്ര എഴുതാം? 24 എഴുതാം. ഈ 2 ഈ 40 ക്യാൻസൽ ചെയ്ത് എനിക്ക് ഇവിടെ എത്ര എഴുതാം? 20 എഴുതാം. സോ അഗൈൻ ഇന്റഗ്രേറ്റിംഗ്, ദാറ്റ് ഈസ് ei into dy by dx നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറി? y ആയിട്ട് മാറി. ഈക്വൽ ടു 30x സ്ക്വയർ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് 30x³ by 3 പ്ലസ് C1 നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ C1x പ്ലസ് അഗൈൻ ഒരു കോൺസ്റ്റന്റ് കൊടുക്കണം, അത് അടുത്ത ഇന്റഗ്രേഷനാ. C2 ഡോട്ടർ ലൈൻ കൊടുക്കുക. മൈനസ് 24 എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ, സോ എക്സ് മൈനസ് 1 ദ ഹോൾ ക്യൂബ് ബൈ 3 അഗൈൻ ഡോട്ടർ ലൈൻ കൊടുക്കുക. എക്സ് മൈനസ് 3 ദ ഹോൾ 20 ഉണ്ട് കേട്ടോ, സോറി, മൈനസ് 20 എക്സ് മൈനസ് 3 ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3. സോ ഈ 3യും ഈ 13 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? 10 കൊടുക്കാം. ഈ 3യും ഈ 24 ക്യാൻസൽ ചെയ്ത് എനിക്ക് ഇവിടെ കൊടുക്കാം 8 കൊടുക്കാം. ഓക്കെ, ഇത്രയും വരെ കൊടുക്കാം. ഞാൻ ഇത് ഒന്നുകൂടെ എടുത്തെഴുതുകയാണെ. ഈ സെയിം കാര്യം, സെയിം ഇക്വേഷൻസ് തന്നെ ഞാൻ ഒന്നുകൂടെ എടുത്തെഴുതുന്നു. ദാറ്റ് മീൻസ് ei into y ഈക്വൽ ടു 30 ക്യാൻസൽ ചെയ്തു 10x³ പ്ലസ് C1x പ്ലസ് C2 ഡോട്ടഡ് ലൈൻ മൈനസ് 8x minus 1 the whole cube dotted line minus 20x minus 3 the whole cube divided by 3.
Okay, so now I am applying the boundary condition. Boundary condition ഏതൊക്കെയാന്ന് നോക്കാം. ബൗണ്ടറി കണ്ടീഷൻ. അപ്പൊ ഇത് ക്വസ്റ്റൻ നമ്പർ 2 കൊടുത്തേക്കാം. ഞാൻ അവിടെ കൊണ്ട് നിർത്തി. ക്വസ്റ്റൻ നമ്പർ 2 ബൗണ്ടറി കണ്ടീഷൻ. ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ ഏതാ നോക്കി. അതായത് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ സപ്പോർട്ടിന്റെ മുകളിൽ ഡിഫ്ലക്ഷൻ ഇല്ല. ഈ സപ്പോർട്ടിന്റെ മുകളിലും ഡിഫ്ലക്ഷൻ ഇല്ല. കാരണം സപ്പോർട്ടിന്റെ മുകളിൽ ഇരിക്കല്ലേ, അതെങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യാൻ സ്ഥലമില്ല. കാരണം സപ്പോർട്ടിന് മുകളിൽ ഇരിക്കുക. സോ ഇവിടെയും എന്തില്ല, വൈയുടെ വാല്യൂ 0 അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ വൈയുടെ വാല്യൂ 0 ആണ് രണ്ടിടത്ത് അല്ലെ. നമുക്കറിയാവുന്ന കാര്യമാണ് 1, 2 രണ്ട് കാര്യങ്ങൾ. വൈയുടെ വാല്യൂ 0 ആണ്. അറ്റ് എവിടൊക്കെയാ, ഏത് എക്സിന്റെ വാല്യൂ ഇവിടെ എത്രയൊക്കെയായിരിക്കും, ഇങ്ങേ അറ്റത്ത് എക്സിന്റെ വാല്യൂ എത്ര ആയിരിക്കും, 0 ആയിരിക്കും. കാരണം ഇവിടെ നിന്നാണ് എക്സ് മെഷർ ചെയ്യുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഈ വരെയുള്ള ദൂരമാണ് എക്സ് നമ്മൾ ആദ്യമായിട്ട് എടുത്തത്. സോ ഈ പോയിന്റ് എടുത്താൽ അവിടെ എക്സിന്റെ വാല്യൂ എത്ര ആയിരിക്കും, 0 ആയിരിക്കും. സോ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0, അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു ഈ പോയിന്റിൽ എക്സിന്റെ വാല്യൂ എത്ര ആയിരിക്കും. ഇവിടെ വരെ എക്സ് ഡിസ്റ്റൻസ് നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് എക്സ് എടുത്തേ. പക്ഷെ നമുക്ക് ഈ ഏതൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം. ഈ ബി സപ്പോർട്ട് വരെയുള്ള എത്ര 6 മീറ്റർ. സോ 6. y is equal to 0, x is equal to 0, y is equal to 0, x is equal to 6. അതാണ് നമ്മുടെ രണ്ട് ബൗണ്ടറി കണ്ടീഷൻ. ഈ രണ്ട് ബൗണ്ടറി കണ്ടീഷൻ എന്ത് ചെയ്യുക, നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്യുക. എവിടെ അപ്ലൈ ചെയ്യുക, ഇവിടോട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ സോ അപ്ലൈ ബൗണ്ടറി കണ്ടീഷൻ 1 ഇൻ ഇക്വേഷൻ 2. ഈ ഇക്വേഷൻ 2 അപ്ലൈ ചെയ്യുക. ഇക്വേഷൻ 2 അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ y is equal to 0, x is equal to 0 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഇത് ബീമിന്റെ ആദ്യത്തെ പാർട്ടാണ്. സോ വി ഹാവ് ടു കൺസിഡർ the equation up to the first dotted line. ഈ ഫസ്റ്റ് ഡോട്ടഡ് ലൈൻ വരെയുള്ള ഇക്വേഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. കാരണം എ എന്ന് പറയുന്ന പോയിന്റ് ആദ്യം കിടക്കുന്ന പോയിന്റ് ആണ്. സോ ആദ്യത്തെ ആ ഒരു പോയിന്റ് വരെയുള്ള ഇക്വേഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ എക്സിന് 0, വൈക്ക് 0, എവിടെയൊക്കെ എക്സ് വരുന്ന അവിടെ 0 കൊടുക്കുക, വൈ വരുന്ന 0 കൊടുക്കുക. അപ്പം ഈ ഐ ഇൻറ്റു വൈ ദാറ്റ് ഈസ് 0 ഈസ് ഈക്വൽ ടു, കാരണം വൈ ഉണ്ട്, വൈ 0 ആയി പോകും, ഈസ് ഈക്വൽ ടു 10x³ ദാറ്റ് ഈസ് 0x³ ദാറ്റ് ഈസ് 0 പ്ലസ് C1 ഇൻറ്റു 0 പ്ലസ് C2 എന്ന് കിട്ടി. സോ ഇത് നമുക്ക് എഴുതാം C2 ഈക്വൽ ടു 0. ഇതാണ് ഫസ്റ്റ് നമ്മുടെ ഇക്വേഷൻ കിട്ടിയത്. C1ന്റെ വാല്യൂ C2 കിട്ടി, കോൺസ്റ്റന്റ് വാല്യൂ കിട്ടി. ദെൻ അടുത്ത എന്താണ്, അപ്ലൈ ബൗണ്ടറി കണ്ടീഷൻ 2, സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ ഇൻ ഇക്വേഷൻ 2. രണ്ടാമത്തെ ഇക്വേഷൻ അപ്ലൈ ചെയ്യും. അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ വരുന്ന പോയിന്റ് ഇതാണ്, രണ്ടാമത്തെ സപ്പോർട്ടിന്റെ മുകൾവശം. സോ ഇവിടെ 0 ആണ് ഡിഫ്ലക്ഷൻ. പക്ഷെ ഇത് എവിടെ വരുന്ന, ഈ പോയിന്റ് ബീമിന്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന പോയിന്റ്. സോ വി ഹാവ് ടു കൺസിഡർ ദ എൻറ്റയർ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഫുള്ള് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഇതിൽ നിന്ന് നമുക്ക് എഴുതാം വൈക്ക് 0 കൊടുക്കുക, എക്സിന് എന്താ കൊടുക്കുക, 6 കൊടുക്കുക. ഓർത്തോണേ എക്സിന് 6 ആണ് കൊടുക്കുന്നത്. ഓർത്തോണേ ബൗണ്ടറി കണ്ടീഷൻ എക്സിന് ചാടിക്ക് 0 കൊടുത്തേക്കില്ല, y 0 കൊടുക്കുക, x 6 കൊടുക്കുക. സോ അതുകൊണ്ട് തന്നെ 0 ഈക്വൽ ടു y 0 കൊടുക്കുമ്പോൾ ഈ ഇൻറ്റു y 0 എന്നുള്ളൂ. 0 ഈക്വൽ ടു 10 ഇൻറ്റു 6³ x 6 ആണേ കേട്ടോ. ഓർത്തോണേ y is equal to 0, x is equal to 6 ആ പോയിന്റ്. ഓർത്തോണം. സോ 6³ ഈ ഇക്വേഷനകത്ത് കൊടുക്കണം. പ്ലസ് 6 ഇൻറ്റു C1 പ്ലസ് C2 0 ആണ്. സോ 0 എന്ന് എഴുതി. 0 മൈനസ് ഫുൾ ഇക്വേഷൻ നമുക്ക് കൺസിഡർ ചെയ്യണം. സോ അടുത്ത ആ ഇക്വേഷൻ കണ്ടിന്യൂസ് ചെയ്യുക. മൈനസ് 8 ഇൻറ്റു x മൈനസ് 1 ദാറ്റ് ഈസ് 6 മൈനസ് 1 ദ ഹോൾ ക്യൂബ് മൈനസ് 20 ഇൻറ്റു 6 മൈനസ് 3, എക്സിനെല്ലാം 6 കൊടുക്കണം, 3 the whole cube divided by 3. ഇതിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കാം, C1 ഒരു വാല്യൂ കിട്ടും. കാരണം ബാക്കി എല്ലാം വാല്യൂസാ, ന്യൂമറിക് വാല്യൂസാ. സോ നമുക്ക് ഇവിടെ C1 ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമുക്ക് C1 ഒരു വാല്യൂ കിട്ടും. ആൻഡ് ദാറ്റ് വിൽ ബി മൈനസ് 163.33. നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. C1 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. കാരണം 10 ഇൻറ്റു 6³ നമുക്കറിയാം, മൈനസ് 8 ഇൻറ്റു 6 മൈനസ് 1 ഈസ് 5, 5³ നമുക്കറിയാം, മൈനസ് 20 ഇൻറ്റു 6 മൈനസ് 3 3, 3³ 3 അത് നമുക്കറിയാം. ഇവിടെ 0 ഈക്വൽ ടു. സോ ഈ 6 C1 ഈസ് ഈക്വൽ ടു ബാക്കിയല്ല ഇപ്പുറത്ത് കൊണ്ടുവരിക. എന്നിട്ട് 6 ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 163.33 കിട്ടും. അപ്പം C2 0 കിട്ടി, C1 മൈനസ് 163.33 കിട്ടി. ഈ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്തിരുന്നു കേട്ടോ. ഇക്വേഷൻ 2 എങ്ങനെ എഴുതാം, EI ഇൻറ്റു y ഈക്വൽ ടു 10x³ മൈനസ് 163.33x. കാരണം C1 ഞാൻ ഈ വാല്യൂ കൊടുത്തു 163.x പ്ലസ് C2 0 ആണ്, ടോട്ടലായി കൊടുക്കുന്നു, മൈനസ് 8 ഇൻറ്റു x മൈനസ് 1 ദ ഹോൾ ക്യൂബ് മൈനസ് 20 ഇൻറ്റു x മൈനസ് 3 ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3. ഇതാണ് നമ്മുടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ. അതായത് y കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. ഈ ഇക്വേഷനകത്ത്
എവിടത്തെയാണോ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കേണ്ടത് അവിടുത്തെ വാല്യൂ എക്സിന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ y കിട്ടും. ഈ y നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ആദ്യത്തെ പറയാം. ആദ്യത്തെ ലോഡ് നോക്കുക. ആദ്യത്തെ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിന് ഞാൻ സി എന്ന് കൊടുത്തു. ഇവിടെ സി ആൻഡ് ഡി, എ ബി സി ഡി. സോ ഞാൻ സിയിലെ ഡിഫ്ലക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ദാറ്റ് ഈസ് ഡിഫ്ലക്ഷൻ അണ്ടർ ലോഡ് 48 kilonewton. ദാറ്റ് ഈസ് അല്ലെ വേണ്ട 48 കിലോ. ഈ 48 കിലോന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് ഇവിടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ബീമിന്റെ ഫസ്റ്റ് പാർട്ടിലാണ് ഈ 48 കിലോമീറ്റർ ആക്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ എത്ര ഇവിടെ എക്സിന്റെ വാല്യൂ 1 മീറ്റർ. കാരണം 1 മീറ്റർ മാറിയാണ്, എയിൽ നിന്നാണ് എക്സ് മെഷർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞായിരുന്നു. 1 മീറ്റർ അറിയാം. സോ എക്സ് ഈസ് ഈക്വൽ ടു 1 മീറ്റർ. ഏത് ഡോട്ടർ ലൈൻ വരെ എടുക്കണം? ഫസ്റ്റ് ഡോട്ടർ ലൈൻ വരെ എടുക്കണം. കാരണം ആദ്യത്തെ സെക്ഷനിലാണ് 48 കിലോമീറ്ററിന്റെ ഈ ലോഡ് കിടക്കുന്നത്. സോ ടേക്ക് x is equal to 1 meter and consider the equation up to first dotted line. ഈ ഇക്വേഷൻ, നമ്മൾ ഈ കണ്ടുപിടിച്ച ഇക്വേഷനിൽ ഈ ഡോട്ടർ ലൈൻ വരെയുള്ള ഇക്വേഷൻ മാത്രം കൺസിഡർ ചെയ്യുക. EI × y = 10x³ - 163.33x എന്ന ഇക്വേഷൻ മാത്രം കൺസിഡർ ചെയ്യുക. അവിടെ എക്സിന് എന്തോ വാല്യൂ കൊടുക്കുക? 1 മീറ്റർ എന്ന് കൊടുക്കുക. ഈ രണ്ട് എക്സിന്റെ സ്ഥാനത്ത് 1 മീറ്റർ എന്ന് കൊടുക്കുക. ഐയുടെ വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അവിടുന്ന് y കണ്ടുപിടിക്കുക. ആ y എന്താണ് കിട്ടുന്നത്? അതാണ് നമ്മുടെ ഡിഫ്ലക്ഷൻ. സോ y കാൽക്കുലേറ്റ് ചെയ്യുക. പറയാൻ മനസ്സിലായോ? സോ കൊടുത്താൽ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് വേണേൽ ഒന്ന് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. yക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. EI × y = 10 × x ന് ഞാൻ എന്ത് കൊടുത്തു? 1 മീറ്റർ കൊടുത്തു. 1³ - 163.33 × 1 എന്ന് കിട്ടി. സോ therefore y = 10 × 1³ is 10. 10 - 163.33 divided by EI യുടെ വാല്യൂ കൊടുക്കുക. EI യുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. EI that is equal to 10 - 163.33 divided by 2 × 10⁵ × 8 × 85 × 10⁶. ഈ വാല്യൂ എത്ര കിട്ടും? നിങ്ങൾ നോക്കിക്കേ. അതായത് ആ കിട്ടേണ്ട വാല്യൂ, അതായത് 2 × 10 - 163.33 divided by 2 × 10⁵ × 85 × 10⁶. That is 10 - 163.33 53.33 ആണ്. That is 2 × 10⁵. 2 × 10⁵ × 85 × 10⁶. So 153.33 divided by answer 9.019 എന്ന് കിട്ടി. ദാറ്റ് ഈസ് YC ആണിത്. സിയുടെ അണ്ടറിലെ ലോഡ് ഡിഫ്ലക്ഷനിലെ. സോ -9.019 mm എന്ന് കിട്ടി. സോ നമുക്ക് എഴുതാം ഡിഫ്ലക്ഷൻ അണ്ടർ 48 kilonewton load YC = -9.019 mm. ഇതുപോലെ തന്നെ നമുക്ക് എന്തും കണ്ടുപിടിക്കാം. നമുക്ക് അടുത്ത മേളത്തെ രണ്ടാമത്തെ ലോഡിന്റെ അണ്ടർലൈൻ കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? സെക്കൻഡ് കേസ്, അടുത്ത ലോഡിന്റെ അണ്ടർലൈൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് എടുക്കണം? x = എത്ര എടുക്കണം നോക്കുക. അടുത്ത ലോഡ് എന്ന് പറഞ്ഞാൽ ഇതാ 40 kilonewton. ഇത് എത്രാമത്തെ ഡോട്ടർ ലൈൻ വരെയുള്ള എടുക്കാം? രണ്ടാമത്തെ ഡോട്ടർ ലൈൻ വരെ, കാരണം രണ്ടാമത്തെ പാർട്ടിലാണ്. സോ രണ്ടാമത്തെ ഡോട്ടർ ലൈൻ വരെ എടുക്കുക. എക്സിന് എന്ത് വാല്യൂ കൊടുക്കുക? ഇവിടെ തൊട്ട് ഇവിടെ വരെ, അതായത് 3 മീറ്റർ കൊടുക്കുക. സോ x = 3 മീറ്റർ കൊടുക്കുക. കൺസിഡർ ഇക്വേഷൻ അപ് ടു എവിടെ വരെയാ? സെക്കൻഡ് ഡോട്ടഡ് ലൈൻ വരെയുള്ള ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. അപ്പൊ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കി. ഇക്വേഷൻ ഏതാണെന്ന് അറിയാലോ? കൺസിഡർ ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ആ ഇക്വേഷനിൽ സെക്കൻഡ് ഡോട്ടഡ് ലൈൻ വരെയുള്ള ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. എക്സിനെല്ലാം 3 മീറ്റർ കൊടുക്കുക. സോ EI × y = 10 × എക്സിനെല്ലാം 3 കൊടുക്കുക. 3³ - 163.33 × 3. എക്സ് എല്ലാം 3 ആണ് ഓർത്തോണേ. 3 - 8 × സെക്കൻഡ് ഓർഡർ ലൈൻ വരെയുള്ള എടുക്കാം. സോ ഇക്വേഷൻ എടുക്കാം. -8 × x - 1 is 3 - 1 the whole cube എന്ന് കൊടുക്കാം. അതിന് y is equal to 3³ is 27. That is 10 × 3³ minus 163.33 into 3 minus 8 into 3 minus 1 is 2. 2 cube divided by
ഇയുടെ വാല്യൂ 2 into 10 raised to 5 into 85 into 10 raised to 6. നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ അടി ബ്രാക്കറ്റ് ഒന്നും ഇടാ, നേരെ 2 into 10 raised to 5 into 85 into 10 raised to 6 ചെയ്യില്ല കേട്ടോ, തെറ്റിപ്പോവും കേട്ടോ. കറക്റ്റായിട്ട് ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് കറക്റ്റായിട്ട് ചെയ്യുക. കാരണം കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതെല്ലാം ഇതൊറ്റ അടിക്കും ചെയ്യാനായിരുന്നു. എന്നിട്ട് ഡിവൈഡഡ് ബൈ 2 into 10 raised to 5 വീണ്ടും into 85 into 10 raised to 5 കാൽക്കുലേറ്റർ ചെയ്യും. പക്ഷേ ആക്ച്വലി കാൽക്കുലേറ്റർ അങ്ങനെ ചെയ്താൽ ചെയ്യുന്നത് 2 into 10 ഡിവൈഡ് ചെയ്തിട്ട് ആ കിട്ടിയതിനെ 85 into 10 raised to 6 കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനല്ല ചെയ്യണ്ടേ കേട്ടോ. ഇങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാവുന്നേ ഉള്ളൂ, ഈ അടിയിൽ ഇൻറ്റു ഇട്ട് ഇവിടെ ഇത് കറക്റ്റായിട്ട് ബ്രാക്കറ്റ് കൊടുത്താലേ ഇത് ആദ്യം ചെയ്ത് എത്ര വലുത് കണ്ടുപിടിച്ചതിന് ശേഷം ഇത് നോക്കിയിട്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ, തെറ്റിപ്പോകരുത്. സോ ഇത് ഡിയുടെ അണ്ടറിലാണ്. സോ വൈ ഡി ലോഡ് അറ്റ് ഡി ആണ് കേട്ടോ ഇത്. സോ വൈ ഡി ഡിഫ്ലക്ഷൻ അണ്ടർ ദ ലോഡ് ഡി വൈ ഡി ഈക്വൽ ടു ആൻസർ എത്ര കിട്ടും, ഏകദേശം -16.7 mm എന്ന് കിട്ടും. സോ നമുക്ക് -16.7 mm എന്ന് നമുക്ക് അവിടുത്തെ ആൻസർ കിട്ടും. സോ നമ്മൾ രണ്ട് ലോഡും കണ്ടുപിടിച്ചല്ലേ, നമുക്ക് YC എന്ന് പറയുന്ന ലോഡും കിട്ടി, അതായത് സിയിലെ ലോഡിന് അണ്ടറിലുള്ള ഡിഫ്ലക്ഷനും കിട്ടി, ഡിയിലെ ലോഡിന് അണ്ടറിലുള്ള ഡിഫ്ലക്ഷനും കിട്ടി. ഇങ്ങനെയാണ് മക്കുലേസ് മെത്തേഡ് ചെയ്യേണ്ടത്. വളരെ എളുപ്പമാണ്, എല്ലാം ഒരേ മെത്തേഡ് തന്നെയാണ്. പ്രൊസീജിയർ ഇങ്ങനെയാണ്. ആദ്യം സിംഗിൾ സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ RAയുടെയും RBയുടെയും വാല്യൂ കാണുക. RAയുടെയും RBയുടെയും വാല്യൂ കണ്ടതിന് ശേഷം നമ്മൾ മക്കുലേസ് മെത്തേഡിന്റെ ഇക്വേഷൻ എഴുതി തുടങ്ങുക. അതായത് EI into d²y/dx². അവിടെ എല്ലാ റൂളും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് മൊമെന്റ് ഇക്വേഷൻ. ഈക്വൽ ടു, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള RA തൊട്ടുള്ളത് എഴുതി പോവുക, കറക്റ്റ് ഡോട്ട് ലൈൻ ഇട്ട് പോവുക. എത്ര ലോഡ് ഉണ്ടോ ആ സെക്ഷൻ വരെ എത്ര ലോഡ് ഉണ്ടോ അത്ര എഴുതി പോവുക. അതിനുശേഷം 2 പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യുക. ഈ dy/dx ആക്കുക, അതിനുശേഷം y ആക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. ബൗണ്ടറി കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ, അത് കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ഡോട്ടർ ലൈൻ വരെ ഉള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഡോട്ടർ ലൈൻ വരെ ഉള്ളതെന്ന് ശ്രദ്ധിക്കണം, ലാസ്റ്റ് ഡോട്ടർ ലൈൻ വരെയുള്ള ഏതാണെന്നുള്ളത് ശ്രദ്ധിക്കണം. അവിടുന്ന് C1നും C2നും വാല്യൂ കണ്ടുപിടിക്കുക. C2 നമുക്ക് 0 എന്ന് കിട്ടും മിക്കവാറും. C1 എന്ന് പറയുന്നത് ഉറപ്പ് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ചെയ്ത് തന്നെ നോക്കുക. C2 എന്ന് പറയുന്നത് ഒരു മൈനസ് വാല്യൂ കിട്ടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതെടുത്ത് ഒരു ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു ഫൈനൽ ഇക്വേഷൻ ആയിട്ട് എഴുതുന്നു. ആ ഇക്വേഷൻ അകത്തോട്ട് വേണം ഇനി നമ്മൾ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡിഫ്ലക്ഷൻ എത്രയാണ് കണ്ടുപിടിക്കാൻ. അപ്പൊ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ ഓർക്കുക, പോയിന്റ് ഏതാണ്, എവിടത്തെയാണോ കണ്ടുപിടിക്കേണ്ടത് ആ ഡോട്ടർ ലൈൻ വരെയുള്ള മാത്രം എടുത്താൽ മതി. ഇവിടെ നമ്മൾ 48 kN ആദ്യത്തെ ലോഡാണ്. സോ ഇത് ഫസ്റ്റ് പാർട്ടാണ്. സോ ഫസ്റ്റ് ഡോട്ടർ ലൈൻ വരെയുള്ളത് എടുത്തുള്ളൂ. സെക്കൻഡ് കാണാൻ നേരം നമ്മൾ സെക്കൻഡ് ലോഡാണ്, സെക്കൻഡ് പാർട്ടിലാണ്. സോ സെക്കൻഡ് ഡോട്ടർ ലൈൻ വരെയുള്ളത് എടുത്തുള്ളൂ. എക്സിന്റെ വാല്യൂ ഇവിടെ ഈ ബീമിൽ അല്ല ഈ എയിൽ നിന്ന് ലോഡ് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് എന്നതിനെ അനുസരിച്ച് അവിടെ കറക്റ്റ് എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് അവിടുത്തെ ഡിഫ്ലക്ഷൻ കിട്ടും. ഇനി നമ്മളോട് ഇതിനകത്തൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്, മാക്സിമം ഡിഫ്ലക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം. മാക്സിമം ഡിഫ്ലക്ഷൻ, ഹൗ ടു ഫൈൻഡ് ദ മാക്സിമം ഡിഫ്ലക്ഷൻ. ഈ മാക്സിമം ഡിഫ്ലക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിലൂടെ പറഞ്ഞു തരാം. അപ്പം എങ്ങനെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാന്നുള്ളത് കറക്റ്റ് ആയിട്ട് വെക്കുക. ഇത് ചുമ്മാ നിങ്ങളൊരു പ്രോബ്ലം ടെക്സ്റ്റ് ബുക്കിൽ ബെൻസാലിന്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്, ആ പ്രോബ്ലം കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതിന്റെ വർക്കൗട്ട് അല്ല, വർക്കൗട്ട് ചെയ്യാത്ത കുറെ എക്സസൈസ് പ്രോബ്ലംസ് കുറെ കൊടുത്തിട്ടുണ്ട് ബെൻസാലിന്റെ. അല്ല എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. അത് ചെയ്ത് നോക്കി കുറെ പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. ഇതങ്ങ് ബൈ ഹാർട്ട് ആക്കി വെക്കുക ഈ മെത്തേഡ്. മനസ്സിലായി, ഇതൊരു